രാജൻ പല്ലൻ 4800. അങ്ങനെ തൃശ്ശൂർ രാജൻ പല്ലനിലൂടെ തിരിച്ചു പിടിക്കുന്നു. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല 2597 വോട്ടുകൾക്കാണ് ഇപ്പോൾ പത്തനാപുരത്ത് മുന്നിൽ നിൽക്കുന്നത്. ഇടുക്കിയിൽ റോയ് കെ പൗലോസ് വിജയം ഉറപ്പിക്കുന്നു. 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷ മേൽക്കൈയിലേക്കാണ് പോകുന്നത്. ബത്തേരിയിൽ IC ബാലകൃഷ്ണനും വിജയം ഉറപ്പിക്കുകയാണ്. 4000-ലധികം വോട്ടിന്റെ മേൽക്കൈ. മൂന്നാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ 995 വോട്ടിന് വി ഡി സതീശൻ ലീഡ് എടുത്തിരിക്കുന്നു. കേരള കോൺഗ്രസുകള് മുഴുവൻ തകർന്നു കഴിഞ്ഞല്ലേ? കേരള കോൺഗ്രസ് പാണി വിഭാഗത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ജില്ലകളിൽ 0 ഇപ്പോൾ LDF. മലപ്പുറത്ത് 0 LDF. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 0. അതുപോലെ തന്നെ ഇടുക്കിയിലും 0. വയനാട് പക്ഷേ ORKയുള്ളൂ ലീഡ് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിൽ 5-0 എന്നുള്ളതാണ്. എറണാകുളത്ത് 14-0, മലപ്പുറത്ത് 16-0. പി രാജീവ് ഇപ്പോഴും 2000 വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നു എന്നതാണ്. മറ്റൊരു മന്ത്രി കൂടി വലിയ തോൽവിയിലേക്കാണ് പോകുന്നത് എന്നതാണ്. ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ LDFന് പ്രതീക്ഷിക്കാവുന്ന ഏക സീറ്റായി കളമശ്ശേരി മാറുകയാണ്. കൊച്ചിയും പക്ഷേ UDF വലിയ ലീഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചവറയിൽ ഷിബു ബേബിജൻ 6800. ചവറയിൽ ഷിബു ബേബിജൻ 6800 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കായംകുളത്ത് ചവറയിലും ഇരയുപുരത്തും RSP ലീഡ് ചെയ്യുന്നു. ആലുവയിൽ അൻവർ സാദത്ത് 1591 വോട്ടുകൾക്ക് ആലുവയിൽ അൻവർ സാദത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. തിരുവല്ലയിലെ അനൂപ് ആന്റണിയുടെ മേൽക്കൈ തന്നെയാണ് ഇപ്പോഴും വീണ്ടും BJPയെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ യുവ നേതാവ് അനൂപ് ആന്റണി നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ച അനൂപ് ആന്റണി ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. അത് കേവലം 31 വോട്ടുകൾക്കെങ്കിൽ പോലും. വട്ടിയൂർക്കാവിൽ മുരളീധരൻ ലീഡ് പിടിക്കുന്നു. 52 വോട്ടിന് വട്ടിയൂർക്കാവിൽ മുരളീധരൻ ലീഡ് ചെയ്യുന്നു. അരുവിക്കരയിൽ LDF തിരിച്ചു പിടിച്ചു. മുരളീധരൻ തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ ലീഡ് 2824. തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ ലീഡ് 2824. തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ ലീഡ് 2824. NDA സ്ഥാനാർത്ഥി 31 നിന്നാണ് 2000-ലേക്ക് അനൂപ് ആന്റണി വോട്ട് ഉയർത്തുന്നത്, ലീഡ് ഉയർത്തുന്നത്. അതേസമയം VN വാസവൻ 9000-ലധികം വോട്ടുകൾക്കാണ് ഇപ്പോഴും പിന്നിൽ നിൽക്കുന്നത്. CPM-ന്റെ സ്ട്രോങ് ഹോൾഡ്